ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 2-ലാണ്. പുതിയൊരു യാത്ര തുടങ്ങുന്നു. ഇത്തവണ നമ്മൾ പോകുന്നത് ചൈനയിലേക്കാണ്. ഞങ്ങളുടെ 15ാമത്തെ വിദേശ രാജ്യത്തേക്കുള്ള യാത്ര. ഇതൊരു ഹ്രസ്വ യാത്രയാണ്. ചൈനയിലെ 2 പട്ടണങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു ടൂറ്. ഞങ്ങളാകെ 40 പേരാണ് ഈ യാത്രയിലുള്ളത്. അംഗങ്ങളെ വഴിയേ പരിചയപ്പെടാം. മിക്കവരെയും നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. ഈ എപ്പിസോഡിൽ ഇവിടെ നിന്ന് തിരിച്ച് ചൈനയിലെ ഷങ്കായിൽ എത്തുന്ന ദിവസം അവസാനിക്കുന്നതുവരെയുള്ള കാഴ്ചകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ വിശദമായ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയൊരു സീരീസിലേക്കും ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെയും യാത്ര സ്കൈവേസിനോടൊപ്പം തന്നെയാണ്. അതിൻ്റെ MD മിസ്റ്റർ ഷാജിയും നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ സ്കൈവേസിനോടൊപ്പമുള്ള എല്ലാ യാത്രകളിലും നമ്മളെ നയിച്ചത് മിസ്റ്റർ ഷാജിയാണ്. ആ ആചാരം ഇപ്പോഴും മുടക്കിയിട്ടില്ല. നമ്മൾ ഈ യാത്ര നടത്തുന്നത് മലേഷ്യൻ എയർലൈൻസിലാണ്. ആദ്യം മലേഷ്യയിലെ കോലാലംപൂരിലേക്കും അവിടെ നിന്ന് ചൈനയിലെ ഷങ്കായിലേക്കും പോകും. എങ്കിലും മുഷിപ്പില്ല. കാരണം ഈ യാത്രക്കാരിൽ കൂടുതൽ പേരും സ്ഥിര യാത്രക്കാരാണ്. അതുകൊണ്ട് തുടക്കത്തിലെ അപരിചിതത്വം ഫീലിയില്ല. ചെക്കിൻ നടപടികൾക്കും സെക്യൂരിറ്റി ചെക്കുമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഏറ്റെടുത്തതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എങ്കിലും പ്രതീക്ഷിച്ച അത്ര വിപുലീകരണം നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വളരെ സാവധാനത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1932 സ്ഥാപിതമായ ഒരു വിമാനത്താവളമാണിതെന്ന് ഓർക്കണം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ച എയർപോർട്ട്. 1991 അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച ഒരു വിമാനത്താവളമാണിത്. തിരുവനന്തപുരം ഹൈക്കോർട്ട് ബെഞ്ച് പോലെ ഈ വിമാനത്താവളത്തിനും പാരകൾ ധാരാളമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 2023 പുതിയ ടെർമിനൽ ബിൽഡിംഗ് അനൗൺസ് ചെയ്തെങ്കിലും അതിതുവരെയും തുടങ്ങിയിട്ടില്ല. അതിന് ഒരു 16 ഏക്കർ ഭൂമി കൂടി അക്വയർ ചെയ്യേണ്ടതുണ്ട്. എന്നെങ്കിലും നടക്കുമായിരിക്കും. ഇപ്പോൾ ഈ എയർപോർട്ടിന് 3400 മീറ്റർ നീളമുള്ള ഒരേ ഒരു റൺവേ മാത്രമാണുള്ളത്. നമ്മൾ കാണുന്ന മറ്റു വിമാനത്താവളങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതെത്ര ചെറുതാണെന്ന് മനസ്സിലാകും. നമ്മളിപ്പോഴുള്ളത് വിമാനത്തിനുള്ളിലാണ്. ഇത് മലേഷ്യൻ എയർലൈൻസിൻ്റെ MH117 എന്ന വിമാനമാണ്. ഇത് ബോയിങ് 737-800 വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനമാണ്. ഏതായാലും സമയക്ലിപ്തത പാലിക്കുന്നുണ്ട്. കൃത്യം 12:05 തന്നെ ടേക്ക് ഓഫ് ചെയ്യാനാണ് സാധ്യത. കൃത്യം 12:05 തന്നെ ടേക്ക് ഓഫ് ചെയ്തു. മലേഷ്യൻ സമയം രാവിലെ 6:50 കൊലാലംപൂരിലെത്തും. 4 മണിക്കൂർ 45 മിനിറ്റ് ദീർഘമുള്ള ഒരു യാത്ര. തിരുവനന്തപുരത്തിൻ്റെ ആകാശ കാഴ്ചകളാണ് താഴെ കാണുന്നത്. വിമാനം പറന്നുയർന്ന ഉടനെ ഫുഡ് സെർവ് ചെയ്തു. ആ സമയത്തുള്ള ഭക്ഷണം മാത്രമല്ല, ഡ്രിങ്ക്സും ഇഷ്ടം പോലെ കിട്ടും. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന അനൗൺസ്മെൻറ്റ് കേട്ടാണ് ഉണർന്നത്. 4 മണിക്കൂർ 45 മിനിറ്റാണ് തിരുവനന്തപുരത്തു നിന്നും കൊലാലംപൂരിലേക്കുള്ള യാത്രാസമയം. കൊലാലംപൂരിൻ്റെ ആകാശ കാഴ്ചകളാണ് ആ കാണുന്നത്. കൊലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1-ലാവും നമ്മൾ ലാൻഡ് ചെയ്യുന്നത്.
കൃത്യസമയത്ത് വിമാനം ലാൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സാണ്. അടുത്ത വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഈ ടെർമിനലിൻ്റെ സാറ്റലൈറ്റ് ടെർമിനലിൽ നിന്നാണ്. അവിടേക്കുള്ള APM ആണിത്, അതായത് ഓട്ടോമാറ്റഡ് പീപ്പിൾസ് മൂവർ. ഡ്രൈവർ ഇല്ലാത്ത ഒരു ചെറിയ ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 24/7 ഓടിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. 2025 ടെർമിനൽസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയത്. അതുവരെ എയർ സൈഡ് ബസ് സർവീസ് ആയിരുന്നു ഇതിനുപയോഗിച്ചിരുന്നത്. 3 മിനിറ്റ് കൊണ്ട് T1 നിന്നും T1 സാറ്റലൈറ്റ് ടെർമിനലിലെത്തും. 270 പാസഞ്ചേഴ്സാണ് അറ്റ് എ ടൈമിൽ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന മാക്സിമം കപ്പാസിറ്റി. ഇതാണ് T1 സാറ്റലൈറ്റ് ടെർമിനൽ. ഒരു കൂറ്റൻ ടെർമിനലാണിത്. വളരെ ആധുനിക രീതിയിൽ നിർമ്മിച്ച ടെർമിനൽ. കിലോമീറ്റർ കണക്കിന് നടന്നാൽ മാത്രമേ പല ഗേറ്റുകളിലും എത്തിച്ചേരാൻ കഴിയൂ. മുഷിപ്പില്ല, കാരണം ധാരാളം കാഴ്ചകൾ ഇരുവശത്തുമുണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനില്ല. അടുത്ത വിമാനം 8:55 പുറപ്പെടും. ഈ വിമാനത്താവളത്തിന് 2 ടെർമിനൽസ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് ടെർമിനലിൻ്റെ ഫ്ലോർ ഏരിയ കേട്ടാൽ ഞെട്ടും. 1,43,404 m² ആണ് ഇതിൻ്റെ വിസ്തീർണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ T2 ടെർമിനലിൻ്റെ ആകെ വിസ്തീർണം 35,000 സ്ക്വയർ മീറ്റർ മാത്രമാണ്. T1 T2 ഈ സാറ്റലൈറ്റ് ടെർമിനൽ ബിൽഡിങ്ങും ഉൾപ്പെടെ ആകെ ഫ്ലോർ ഏരിയ 7,37,249 സ്ക്വയർ മീറ്ററാണ്. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളവുമായി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 1998 ഉദ്ഘാടനം ചെയ്ത ഒരു എയർപോർട്ടാണ് ഇത്. കൃത്യസമയത്തു തന്നെ ബോർഡിംഗ് ആരംഭിച്ചു. 8:55 പുറപ്പെടുന്ന വിമാനം ചൈന സമയം 2:15 ചൈനയിലെ ഷങ്കായിലെത്തും. ഒരു 6 മണിക്കൂറും 20 മിനിറ്റും ദൈർഘ്യമുള്ള യാത്ര. ഇതും മലേഷ്യൻ എയർലൈൻസിൻ്റെ MH388 എന്ന വിമാനമാണ്. ഇതൊരു എയർബസ് A330-300 വിമാനമാണ്. 242 സീറ്റിംഗ് ലേഔട്ടുള്ള വിമാനം. ഇത് വൈഡ് ബോഡി ട്വിൻ ജെറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെടും. A380 ആണ് ഇന്ന് നിലവിലുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഏറ്റവും വലുത്. നല്ല സീറ്റും ലെഗ് സ്പേസും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫ്ലൈറ്റാണിത്. അതുകൊണ്ട് 6 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ള മുഷിപ്പ് തോന്നാറില്ല. വിമാനം പറന്നുയർന്ന ഉടനെ ഫുഡ് എത്തി. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ തന്നെ ആമാശയം ശ്മശാനമാക്കണം. ചിക്കനും ചോറും ബ്രെഡും തുടങ്ങി ഒരു ലഞ്ചിൻ്റെയോ ഡിന്നറിൻ്റെയോ ഒക്കെ വിഭവങ്ങൾ, കൂടെ അൺലിമിറ്റഡ് ഡ്രിങ്കും. അടിപൊളി. ഇപ്പോൾ വിമാനം പറക്കുന്നത് ബാങ്കോക്കിന് മുകളിലൂടെയാണ്. വിമാനത്തിൻ്റെ സ്ക്രീനിൽ ഫ്ലൈറ്റിൻ്റെ യാത്രാപഥം കാണാൻ കഴിയും. നമ്മൾ ചൈനീസ് ടെറിട്ടറിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. താഴെ ഒരു നെടുനീളൻ പാലം കാണുന്നുണ്ട്. ഹങ്സു ബേ ബ്രിഡ്ജാണത്. 37.5 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ ബ്രിഡ്ജ്. ഷീജിയാങ് പ്രൊവിൻസിലുള്ള ജിയാക്സിങ്, നിംഗോ എന്നീ 2 മുനിസിപ്പാലിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണത്. 2003 തുടങ്ങി 2007 ആ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയായത്. ഒരറ്റത്തുള്ള ടൗണാണ് ആ കാണുന്നത്. ജിയാസിങ് ആണ് ആ പട്ടണം. ഒരു തീരദേശ പട്ടണം. ചെറിയൊരു പോർട്ടും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് മഴമേഘങ്ങളുണ്ട്. അതുകൊണ്ട് വിമാനം ഇടയ്ക്കിടയ്ക്ക് ടർബുലൻസിൽ പെട്ട് കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്.
നമ്മൾ ഷങ്കായിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. താഴെ കാണുന്നത് ഷങ്കായ് പട്ടണത്തിൻ്റെ ഔട്ട്സ്കർട്ടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ പോർട്ടും കാണുന്നുണ്ട്. ആ കാണുന്നത് കൃഷിയിടങ്ങളാണ്. ഏതോ ഒരു ഗ്രാമപ്രദേശം. ഇടയ്ക്കിടയ്ക്ക് കെട്ടിടങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഷങ്കായ് പട്ടണത്തിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. വിമാനം ലാൻഡിങ്ങിനുള്ള ഡിസെൻഡിങ്ങിലാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി. കാണുന്നത് ഷങ്കായ് തുറമുഖമാണ്. അവിടെ നങ്കൂരമിടാൻ കാത്തുകിടക്കുന്ന കപ്പലുകളാണ് താഴെ പൊട്ടുപോലെ കാണുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഷങ്കായിലെ PVG ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. 2 എയർപോർട്ടുകളാണ് ഷങ്കായിലുള്ളത്. പഡോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ PVG എയർപോർട്ടും ഹോങ്കിയോ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ SHA എയർപോർട്ടും. ഇതിൽ PVG ആണ് ഇൻ്റർനാഷണൽ വിമാനങ്ങൾക്കുള്ള എയർപോർട്ട്. SHA ഡൊമസ്റ്റിക്കും റീജിയണൽ വിമാനങ്ങൾക്കുമുള്ള എയർപോർട്ടാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന PVG വിമാനത്താവളത്തിന് 2 ടെർമിനലുകളാണുള്ളത്, T1 T2. അതിൽ T2 ആണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. T1നെയും T2നെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഓട്ടോമാറ്റഡ് പീപ്പിൾ മൂവർ അഥവാ APM സർവീസ് ഉണ്ട്. ഇതൊരു പടുകൂറ്റൻ എയർപോർട്ടാണ്. വലിപ്പത്തിൽ ലോകത്തെ 5ാം സ്ഥാനമുള്ള എയർപോർട്ട്. അഞ്ച് റൺവേകളാണ് ഈ എയർപോർട്ടിനുള്ളത്. 4000 മീറ്റർ നീളമുള്ള 1, 3000 മീറ്റർ നീളമുള്ള 2, 3400 മീറ്റർ നീളമുള്ള 2. ഈ റൺവേകളെല്ലാം കോൺക്രീറ്റ് റൺവേകളാണ്. സാധാരണഗതിയിൽ ആസ്ഫാൾട്ട് റൺവേകളാണ് കൂടുതലും കണ്ടുവരുന്നത്. ഈ വിമാനത്താവളത്തിൻ്റെ ആകെ വിസ്തീർണം 40 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് 10,000 ഏക്കർ. ബസ് ബേയിൽ ബസ്സുകൾ കിടക്കുന്നത് പോലെ നിരനിരയായാണ് വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്ത് 1.5 മണിക്കൂർ കൂടെ എടുത്താണ് ടെർമിനലിലെത്തിയത്. അതിൽ നിന്നും എത്രമാത്രം വലിപ്പമുണ്ട് ഈ എയർപോർട്ടിനെന്ന് മനസ്സിലാക്കാം. ഇവിടെ സെൽഫ് എമിഗ്രേഷൻ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ബയോമെട്രിക്കും ഉപയോഗിച്ച് എമിഗ്രേഷൻ നടപടികൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന പ്രകാരം നമ്മുടെ വിരലടയാളങ്ങളുടെ പ്രിൻ്റ് സ്കാൻ ചെയ്ത് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. സെൽഫ് ഇമിഗ്രേഷൻ നടത്തിയെങ്കിലും വീണ്ടും ഇമിഗ്രേഷനും കസ്റ്റംസ് പരിശോധനയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും റെക്കോർഡ് ചെയ്യാൻ ഒരു എയർപോർട്ടിലും അനുവദിക്കാറില്ല. നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലഗേജ് കളക്ഷൻ സെൻറ്ററിൽ നിന്നും ലഗേജും കളക്ട് ചെയ്ത് പുറത്തേക്ക് നടക്കുകയാണ്.
ഇവിടെ പുറത്ത് നമ്മളെ കാത്ത് ഇവിടുത്തെ ലോക്കൽ ഗൈഡ് ഉണ്ടാവും. ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പൊഡോങ് എന്ന സ്ഥലത്താണ്. ഷങ്കായ് സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. 60 മുതൽ 80 മില്യൺ ആളുകളാണ് ഓരോ വർഷം ഈ എയർപോർട്ട് വഴി കടന്നു പോകുന്നത്. ലോകത്തെ 2ാമത്തെ ബിസിയസ്റ്റ് കാർഗോ എയർപോർട്ട് കൂടിയാണിത്. 1999 ഒക്ടോബർ 10 ഈ എയർപോർട്ട് കമ്മീഷൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ഷങ്കായിലെ ഗൈഡ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളവരാവും ഈ ഗൈഡുകളെല്ലാം. അതേക്കുറിച്ച് വിശദമായി വഴിയെ പറയാം. നമ്മൾ 40 പേരുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള ബസ് വലിയ വലിപ്പമുള്ള ബസ്സാണ്. അത്തരം വലിപ്പമുള്ള ബസ്സുകൾ ഇവിടേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് നടന്നു പോകണം ബസ് പാർക്കിംഗ് സ്ഥലത്ത് എന്നാണ് ഗൈഡ് പറയുന്നത്. ഇന്നത്തെ പ്രോഗ്രാം വിശദീകരിക്കുകയാണ് ഗൈഡ്. ഇതാണ് ഇനിയുള്ള 2 ദിവസം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന വാഹനം. ചൈന ആയതുകൊണ്ട് വാഹനങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. നമ്മൾ ബസ്സിൽ കയറി. എനിക്ക് സ്ഥിരമായി കിട്ടാറുള്ള ഫ്രണ്ട് സീറ്റ് ഇത്തവണ കിട്ടിയില്ല. ഈ യാത്രയിൽ പുതുതായി ചില അംഗങ്ങൾ ഉള്ളതിനാൽ വഴിയെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് അവതാളത്തിലാകും. നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറച്ചു പേർക്കൊക്കെ അറിയാം. Welcome to Shanghai Body. My name is Snow or Snowman, and it's not my nickname. Not my nickname. It was my Chinese given name. Given name means snow. Okay. So my Chinese name is Yu Xuefeng. Yu Xuefeng. Yu is my surname. Xue, it means snow. Feng means the peak or summit of the mountain. So my given name. നമ്മുടെ ടൂർ മാനേജർ ഗൈഡിനെ പരിചയപ്പെടുത്തി. സ്നോമാൻ എന്നാണ് അയാൾക്കിട്ടിരിക്കുന്ന പേര്. ചൈനീസ് ഭാഷയിലുള്ള അയാളുടെ പേര് നമുക്ക് വഴങ്ങില്ല. ആ പേരിൻ്റെ ഇംഗ്ലീഷ് അർത്ഥമാണത്രേ സ്നോമാൻ. ഇനി നമ്മുടെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് ഈ സ്നോമാൻ ആകും. But no fireworks. The shame, no fireworks. The government didn't allow the fireworks. But in the rest of things are all very nice. Yeah. So in Shanghai, we have to give the money to the young kids. The parents, they prepare the money. They put the money inside red packet or red envelopes. Then they handed the red packet or red envelopes to the kids. So when ചൈനക്കാർ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഇവിടെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് ഭാഷയുമുള്ളൂ. അതും തപ്പിയും തടഞ്ഞുള്ള ഇംഗ്ലീഷ്. ഇതിൽപ്പെട്ടതാണ് ഈ ഗൈഡുകൾ. ഇവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്താണ് വിടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരുമായി ഇടപഴകുന്നതിന് പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. ഇവർ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം നൽകാറില്ല. ഇടയ്ക്ക് കയറി വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ച ഉത്തരം പറയും. ചോദ്യത്തിനുള്ള മറുപടി പ്രതീക്ഷിക്കേണ്ട. ഇത് ചൈനയാണ്. ഇരുമ്പുമറ ഇപ്പോഴും സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന. ഇന്ന് ഫെബ്രുവരി 9. ഫെബ്രുവരിയിലാണ് ചൈനീസ് ന്യൂ ഇയർ. ഫെബ്രുവരി 17 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചൈനീസ് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. In China, Beijing is capital China. So everybody, when you finish the tour in Shanghai, then everybody will go to Beijing by the high-speed train. The speed of the train
is almost 300 kilometers per hour to 350 kilometers per hour. The maximum speed 350 kilometers per hour. We call it high-speed train. So you will have the very good journey, from Shanghai to Beijing. So today, we go to dinner. After checking, I give you maybe half an hour. Freshing up in Melbourne. After dinner, we go to Nanjing Street. It's the number one commercial street in China. The street. You can also see the night view. Okay. So tomorrow night, everybody also can take river cruise Shanghai by night again. Okay. Shanghai by night again. You can see Shanghai by night is definitely charming, very charming. So the river cruise tomorrow night, we'll take river cruise almost 45 minutes. 45 minutes on the river. In my heart, Shanghai by night, number 2 in the world. Shanghai city's urban planning much better than many cities. ചൈനീസ് ന്യൂ ഇയറിന് ഈ ചൈനക്കാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവിടെ എത്തും. ഒരാഴ്ച നീളുന്ന ആഘോഷം. ഇന്നത്തെ പ്രോഗ്രാമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അക്കാര്യങ്ങളാണ് അയാൾ വിവരിക്കുന്നത്. To the poor and rural villages, because of the Shanghai GDP of Shanghai number 1 in China. How many provinces in China? We don't say state, we say province. We have 23 provinces and 4 municipalities. Shanghai is a municipality, is not a province. The leader of Shanghai is the municipal committee. Okay, you know our president Xi Jinping. He used to be the secretary of the Shanghai. ഷങ്കായി എന്ന പട്ടണം ഒരു പ്രൊവിൻസിലും പെടാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ് മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരിയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് എത്തി ചെക്ക് ഇൻ ചെയ്തു. എല്ലാവർക്കും റെസ്റ്റ് ആവശ്യമുള്ളതിനാൽ ഇന്ന് വൈകുന്നേരത്തെ റിവർ ക്രൂയിസ് നാളത്തേക്ക് മാറ്റി. തുടർന്ന് ഡിന്നറിനായി എത്തിയതാണ് ഇവിടെ. ഈ കാണുന്ന അലങ്കാരങ്ങളെല്ലാം ചൈനീസ് ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. സ്ഥാപനങ്ങളും തെരുവുകളുമെല്ലാം വർണ്ണാഭമാക്കും. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഒരു ഇന്ത്യൻ ഫുഡ് ലഭിക്കുന്ന ചൈനീസ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡായിരുന്നു. ഫുഡ് കഴിഞ്ഞ് തിരികെ ഹോട്ടലിലേക്ക് പോവുകയാണ്. വഴിയിലുടനീളം ഈ അലങ്കാരങ്ങളുണ്ട്. അവയൊക്കെ വിശദമായി വീണ്ടും കാണാം. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ.